അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ പറയാനായിട്ടാണ്. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. റസൂൽ വീട്ടുമുറ്റത്ത് വിശ്രമത്തിലാണ്. അപ്പോഴാണ് പ്രിയ പത്നി ഖദീജ ബീവി അങ്ങോട്ട് വന്നത്. അവർ റസൂലിൻ്റെ തൊട്ടടുത്തിരുന്നു. നമ്മുടെ സൈനബിൻ്റെ കാര്യം? റസൂൽ ചോദിച്ചു. അങ്ങേക്കിഷ്ടമാകുമോ എന്നറിയില്ല. ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആൾ സുമുഖൻ, മഹാസമ്പന്നനും, കച്ചവടത്തിലും വിശ്വസ്തതയിലും അദ്ദേഹത്തെ വെല്ലാൻ മക്കത്ത് മറ്റൊരാളില്ല. ബീവി ആമുഖമായി പറഞ്ഞു. എന്താ പേര്? അബുൽ ആസ് ഇബ്നു റബീ. ശരി, നിനക്കു താല്പര്യമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. നമുക്കാലോചിക്കാം. അബുൽ ആസിനെ സൈനബ് ചേരാതിരിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ താമസിച്ചില്ല. റസൂൽ പ്രതിശ്രുത വരനെ തേടിയിറങ്ങി. ആലോചനകൾ പൂർത്തീകരിച്ചു. ആർഭാടരഹിതമായി വിവാഹം നടന്നു. സൈനബ് അബുൽ ആസിൽ സംപ്രീതയായി. അബുൽ ആസിനെ സൈനബിലും പരസ്പരം സ്നേഹം പകർന്നു. ഒരിക്കലും പിരിയാനാകാത്ത ബന്ധം. കാലം കടന്നുപോയി. റസൂലിന് നുബുവത്തിൻ്റെ വെളിച്ചമെത്തി. ഖദീജയെയും മക്കളെയും വിളിച്ചിരുത്തി റസൂൽ വെളിപ്പെടുത്തി. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകൻ. ഞാൻ അവൻ്റെ ദൂതൻ. നിങ്ങൾ വിശ്വസിക്കുവേൻ. തിരുവാക്കിനെ മറുവാക്ക് ഖദീജയിൽ നിന്നുണ്ടായില്ല. ബീവി തൻ്റെ ഇസ്ലാമാശ്ലേഷം ഉടൻ പ്രഖ്യാപിച്ചു. ഒട്ടും കാത്തു നിൽക്കാതെ സൈനബും കൂടെ ചേർന്നു. വൃത്താന്തം കാട്ടുതീ കണക്കെ പടർന്നു. ഖുറൈശികൾ മനം ചൊടിച്ച് പുറത്തിറങ്ങി. നേരെ അബുൽ ആസിൻ്റെ അരികിലെത്തി. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. നീ മുഹമ്മദിൻ്റെ പുത്രിയെ ഉപേക്ഷിക്കുക. പകരം നീ ഇച്ഛിക്കുന്ന സുന്ദരിയെ ഞങ്ങൾ ഇണയാക്കിത്തരാം. ഇല്ല, ദൈവത്തെ തന്നെ സത്യം, ഞാൻ എൻ്റെ പ്രാണപ്രേയസി സൈനബിനെ വിടുകയില്ല. ഖുറൈശി തറവാട്ടിൽ അവളെക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു പെൺകുട്ടിയും ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. അബുൽ ആസ് തുറന്നടിച്ചു. അത് കേട്ട് ഖുറൈശികൾ ഇളിഭ്യരായി നടന്നകന്നു. സൈനബ് ജനിക്കുന്നത് റസൂലിന് 30 വയസ്സുള്ളപ്പോഴാണ്. തിരുനബിയുടെ പെൺമക്കളിൽ മൂത്തവളാണ് ബീവി. ഇസ്ലാമിൻ്റെ പേരിൽ കടുത്ത പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു സൈനബിന്. ബീവിയുടെ മക്ക പലായനം ഹൃദയഭേദകമാണ്. ഖുറൈശികളുടെ അക്രമം കൊടുമ്പിരിക്കൊണ്ട കാലം. മദീനയിലേക്ക് തിരുനബി അടക്കം നാടുവിട്ടു. ബീവിയുടെ മനസ്സിൽ തിരുദൂതരുടെ അടുത്തെത്താനുള്ള പൂതി നാമ്പിടുകയായി. ഒരു ഇരുണ്ട രാത്രി ഭർത്താവ് അബുൽ ആസിനെ സമീപിച്ച് മഹദി ആശ പങ്കുവച്ചു. എനിക്കെൻ്റെ ഉപ്പായെ കാണണം. ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. അങ്ങ് അനുമതി തരാതിരിക്കരുത്. അബുൽ ആസ് ബീവിയുടെ ആശയ്ക്ക് അരുനിന്നു. പലായനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു. മഹദി തയ്യാറായി. കിനാനയോടൊപ്പം വീട് വിട്ടു. വൃത്താന്തം ഖുറൈശികൾ മണത്തറിഞ്ഞു. അവർ മഹദിയെ തിരഞ്ഞിറങ്ങി. അവസാനം ഹബ്ബാർ ബിൻ അസ്വദ് മഹദിയുടെ തൊട്ടു പിന്നിലെത്തി. തൻ്റെ കുന്തമെടുത്ത് മഹദി സഞ്ചരിച്ച ഒട്ടകത്തെ കുത്തി. ഒട്ടകം വേദന കൊണ്ട് പൊളഞ്ഞു. മഹദി നിലത്തു വീണു. വീഴ്ച ബീവിയെ ബാധിച്ചു. അവിടുത്തെ വയറിനു മുറിവ് പറ്റി രക്തം ചീറ്റി. അസഹ്യമായ വേദനയേറ്റു. ബീവി പൊളഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ ശത്രുക്കൾ ചേരിതിരിഞ്ഞു ബീവിയുടെ കാര്യത്തിൽ തർക്കത്തിലാണ്ടു. ബനു ഉമയ്യത്ത് പറഞ്ഞു. സൈനബും അബുൽ ആസും ഞങ്ങൾക്ക് അവകാശപ്പെട്ടവരാണ്. ബനു ഉമയ്യത്തിൻ്റെ പിതൃവ്യപുത്രനാണ് അബുൽ ആസ് എന്നതായിരുന്നു ന്യായം. ബനു ഹാഷിമും ന്യായങ്ങൾ നിരത്തി അവകാശം പറഞ്ഞു. തൻ്റെ മകൾക്കേറ്റ മാനഹാനിയും പീഡനവും റസൂലിനെ വേദനിപ്പിച്ചു. അവിടുന്ന് സൈദ് ബിൻ ഹാരിസയെ വിളിച്ച് പറഞ്ഞു. സൈദ്, നീ പോയി സൈനബിനെ കൊണ്ടുവരൂ. സൈദ് സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മോതിരം ഊരി സൈദിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് നീ കയ്യിൽ വയ്ക്കുക. അവൾക്ക് 1,00,000 നന്ന്. സൈദ് മോതിരവും വാങ്ങി മദീന വിട്ടു. മക്കത്തെത്തി.
സൈനബയെ കണ്ടെത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ശത്രുക്കളും കുടുംബങ്ങളും അറിയരുത്. അറിഞ്ഞാൽ പദ്ധതി തകരും, തൻ്റെ തലയും തെറിക്കും. സയ്യിദ് മനസ്സിൽ കരുതി. സൈനബ് താമസിക്കുന്ന വീട്ടുപരിസരത്തെത്തിയ സയ്യിദ് അവിടെ തങ്ങി. അതിനിടയിൽ ഒരു ആട്ടിടയനെ സയ്യിദ് കണ്ടു. അയാളുമായി അടുത്തുകൂടി. കുശലാന്വേഷണങ്ങൾ തിരക്കവേ സയ്യിദ് ചോദിച്ചു, ആർക്കു വേണ്ടിയാണ് ഈ ആടുകളെ നോക്കുന്നത്? അബുൽ ആസിനു വേണ്ടി. ആരുടേതാണ് ഈ ആടുകളത്രയും? മുഹമ്മദിൻ്റെ പുത്രി സൈനബിൻ്റേത്. ആട്ടിടയൻ്റെ പ്രതികരണം സയ്യിദിൻ്റെ ചിന്തയെ ഉണർത്തി. അദ്ദേഹം തന്ത്രങ്ങൾ ഒരുക്കി ആട്ടിടയൻ്റെ മനം കവർന്നു നേരം പോക്കി. ഇടയൻ പോകാനൊരുങ്ങവേ സയ്യിദ് സൗമ്യനായി പറഞ്ഞു, ഞാനൊരു സാധനം തന്നാൽ നീ സൈനബിന് കൊടുക്കുമോ? ആരും അറിയരുത്. കൊടുക്കാം. ഉടൻ റസൂൽ കൊടുത്ത മോതിരം ഇടയനെ ഏൽപ്പിച്ചു. ഇടയൻ അതുമായി വീടണഞ്ഞു. ആടുകളെ തൊഴുത്തിൽ ബന്ധിച്ചു ബീവിക്കരികിലെത്തി. ആരും കാണുന്നില്ലെന്നുറപ്പുവരുത്തി മോതിരം കൈമാറി. മോതിരം കണ്ട മഹദിയുടെ കണ്ണുകൾ വിടർന്നു. ആരു തന്നു നിനക്കിത്? ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ടയാൾ എവിടെ? തൊട്ടടുത്ത മലമ്പ്രദേശത്തിരിപ്പുണ്ട്. പിന്നെ മഹദി ഒന്നും അന്വേഷിച്ചില്ല. നേരം ഇരുട്ടുന്നതും നോക്കി പാത്തും പതുങ്ങിയും നിന്നു. ഇരുട്ടിയെന്നുറപ്പായപ്പോൾ വീട് വിട്ടു സയ്യിദിനരികിൽ ഓടിയെത്തി. ബീവിയെ കണ്ട് സയ്യിദ് സന്തോഷിച്ചു. തൻ്റെ ദൗത്യം വിജയിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിച്ചു. ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് സയ്യിദ് പറഞ്ഞു, ബീവി കയറൂ. ഇല്ല, ഞാൻ ആദ്യം കയറില്ല, അങ്ങ് തന്നെ ആദ്യം കയറൂ. സയ്യിദിലുള്ള ആദരവും വിശ്വാസവും മഹദി പുറത്തെടുത്തു. സയ്യിദ് ഉടൻ ഒട്ടകപ്പുറത്ത് കയറി. മഹദി പിന്നിലും. ഇരുട്ടിനെ ഭേദിച്ച് ഒട്ടകം നീങ്ങി. മദീന മുറ്റത്ത് ഭവതിയെയും കൊണ്ട് സയ്യിദ് വരുന്നതും കാത്തിരിക്കുകയാണ് റസൂൽ. സൈനബിനെ കണ്ടതും റസൂലിൻ്റെ കണ്ണുകൾ വിടർന്നു, കണ്ണീരുറ്റി. എന്നിട്ടവളോട് പറഞ്ഞു, സൈനബ്, എൻ്റെ പെൺമക്കളിൽ പീഡനമേൽക്കേണ്ടി വന്നവളാണിവൾ. സൈനബ് മദീനത്താണെങ്കിലും അബുൽ ആസ് മക്കയിൽ തന്നെ കഴിഞ്ഞു.